പാട്ടക്കടാ. ഗ്രാമാന്തരീക്ഷത്തിലെ വിഷുപ്പുലരിയിൽ ഇങ്ങനെയുള്ള ചില കാഴ്ചകൾ കാണാം. അണയിച്ചൊരുക്കിയ കൃഷ്ണവിഗ്രഹത്തോടൊപ്പം വിഷുക്കണിയുമായി ഇത്തരം സംഘങ്ങൾ ഓരോ വീട് തോറും എത്തും. എത്ര കാലമായി? ഒരു 5 വർഷമായി. കുറച്ച് ആൾക്കാരെ ആദ്യമേ ഉള്ളൂ, ഒരു 4-5 ആൾക്കാരേ ഉള്ളൂ. അപ്പം പിന്നെ കുറച്ച് ആൾക്കാരായി. എത്ര പേരുണ്ടാവും കൂട്ടത്തിൽ? ഞങ്ങൾ 5 ആളാണ് സ്വതവേ പോവുക. അതിൽ കൂടുതലുണ്ടെങ്കിൽ ഞങ്ങൾ 2 ടീമായിട്ട് പോവുക. അങ്ങനെ പോകും. രാത്രിയിൽ എത്ര സമയത്താണ് ഇറങ്ങുക? രാത്രി 2 മണിയാകുമ്പോഴാണ് സാധാരണയായിട്ട് ഇറങ്ങാറ്. 5:30-6 മണിയാണല്ലോ. പൈസയൊക്കെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക? ഒന്നെങ്കിൽ ഞാൻ ഫുൾ അടിക്കാനായിട്ട് അങ്ങനെ പോകും. ഇപ്പോഴത്തെ സമയത്ത് ഞങ്ങൾ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എല്ലാവരും കൂടി ഇതൊരു ആഘോഷമായിട്ട് നടക്കുമ്പോൾ രസം. ഹാപ്പിനെസ്. അതുകൊണ്ടാണ് പോകുന്നത്. എല്ലാവരും വീട്ടിൽ കണി വെക്കാനാവില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ പോയിട്ട് ഒലിക്ക് സഹായിച്ച് വെച്ചു കൊടുക്കും. ഒലിക്ക് കണി കാണും, അതാണ് ഉദ്ദേശിക്കുന്നത്. കണ്ണ് തുറന്നിട്ട് മേടപ്പുലരിയിൽ ആദ്യം കാണുന്നത് ഈ വിഭവസമൃദ്ധമായ ഐശ്വര്യത്തിൻ്റെ ചിഹ്നങ്ങളായിട്ടുള്ള കൊന്നപ്പൂവും കൃഷ്ണനെയും ഗ്രന്ഥങ്ങളും അതുപോലെ വാൽക്കണ്ണാടി, ആദ്യ വിളവെടുപ്പ്, അതിൻ്റെ വിഭവങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവും. ഈ വിഭവസമൃദ്ധി കണി കാണുമ്പോൾ അത് ആ വർഷം മുഴുവനും ആ ഐശ്വര്യ സമ്പന്നത നിലനിൽക്കുന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. കണി എപ്പോഴും എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോയി ക്ഷീണിച്ച് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല ഈ കുറേ ഐറ്റങ്ങൾ സംഭരിക്കണമല്ലോ. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ വലിയൊരു പ്രയാസമായിട്ട് കരുതുന്ന ആൾക്കാർ ഇന്നും ഉണ്ട്. അപ്പം അവർക്ക് ഇതൊരു സൗകര്യം. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ മേടപ്പുലരിയിൽ കണി കാണാതെ ഒരു വിഷുക്കാലവും കടന്നു പോകാറില്ല. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.